ചിന്തു എന്ന മിടുക്കനായ ഒരു എലി ജീവിച്ചിരുന്നു. ചിന്തുവിന് യാത്ര ചെയ്യാനും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും വലിയ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം ചിന്തു പഴയ ഒരു ഗുഹയിൽ നിന്നും തിളക്കമുള്ളതും എന്നാൽ നിറം മങ്ങിയതുമായ ഒരു വിത്ത് കണ്ടെത്തി. സാധാരണ വിത്തുകളിൽ നിന്ന് വ്യത്യസ്തമായി അതിന് ഒരു ചെറിയ സ്വർണ്ണ തിളക്കമുണ്ടായിരുന്നു. ഇതെന്തായിരിക്കും? ചിന്തു ചിന്തിച്ചു. ചിന്തു ആ വിത്ത് സ്വന്തം വീട്ടുമുറ്റത്ത് നട്ടു. ദിവസവും അതിന് വെള്ളമൊഴിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ വിത്ത് മുളച്ച് അതിവേഗം വളർന്നു. ഒരു രാത്രി കൊണ്ട് അത് ആകാശത്തോളം ഉയരമുള്ള വർണ്ണാഭമായ പൂക്കളുള്ള ഒരു ഭീമാകാരമായ വള്ളിയായി മാറി. അതിന്റെ നിറം സൂര്യരശ്മി പോലെയായിരുന്നു. 2. വില്ലൻ, കുറുക്കന്റെ കണ്ണ്. ഈ മായാവി വള്ളിയെക്കുറിച്ച് താഴ്വരയിലെ വില്ലനായ ക്രൂരൻ കുറുക്കൻ അറിഞ്ഞു. ഈ മാന്ത്രിക വള്ളിയിൽ കയറിപ്പോയാൽ ആകാശത്ത് മറഞ്ഞിരിക്കുന്ന നിധി ലഭിക്കുമെന്നും അതിലൂടെ ഈ താഴ്വരയുടെ രാജാവാകാമെന്നും കുറുക്കൻ വിശ്വസിച്ചു. ക്രൂരൻ കുറുക്കൻ തന്റെ സഹായികളായ 3 കുഞ്ഞൻ കടുവകളെ കൂട്ടി ചിന്തുവിന്റെ വീട്ടിലെത്തി. ഹേയ് ചെറിയ എലി, ആ മായാവി വള്ളി എനിക്ക് തരൂ, അല്ലെങ്കിൽ നിന്റെ വീട് ഞാൻ നശിപ്പിക്കും. കുറുക്കൻ അലറി. ഇത് എന്റെ വള്ളിയാണ്, ഇത് താഴ്വരയ്ക്ക് വേണ്ടിയുള്ളതാണ്. ചിന്തു ധൈര്യത്തോടെ മറുപടി പറഞ്ഞു. 3. ആകാശയാത്ര. ക്രൂരൻ കുറുക്കൻ വള്ളിയിൽ ബലമായി പിടിച്ചു കയറാൻ തുടങ്ങി. തന്റെ പ്രിയപ്പെട്ട താഴ്വരയെ രക്ഷിക്കാൻ ചിന്തുവും ഒട്ടും വൈകാതെ വള്ളിയിൽ കയറി. ആ വള്ളി മേഘങ്ങൾക്കുമപ്പുറം ആകാശത്തിലെ മിന്നിത്തിളങ്ങുന്ന ഒരു ദ്വീപിലേക്ക് എത്തിയിരുന്നു. ദ്വീപിലെത്തിയ ചിന്തു കണ്ടത് നിറയെ കുന്നുകളും മഞ്ഞും ഐസ്ക്രീമും ചേർന്ന നദികളും ചോക്ലേറ്റ് മരങ്ങളും നിറഞ്ഞ അത്ഭുത ലോകമാണ്. അവിടെ വർണ്ണമുള്ള തുമ്പികളും പാടുന്ന പക്ഷികളും ഉണ്ടായിരുന്നു. പിന്നാലെ എത്തിയ ക്രൂരൻ കുറുക്കനും കൂട്ടരും ആ അത്ഭുത ലോകം കണ്ട് അമ്പരന്നു. 4. നിധി, മാന്ത്രിക ഗോളങ്ങൾ. ദ്വീപിന്റെ മധ്യത്തിൽ ഒരു തിളങ്ങുന്ന ഗോപുരം ചിന്തു കണ്ടു. അതിനകത്ത് പ്രവേശിച്ചപ്പോൾ ഗോപുരത്തിന്റെ മുകളിൽ 4 മാന്ത്രിക ഗോളങ്ങൾ ഇരിക്കുന്നത് കണ്ടു. വെളിച്ചത്തിന്റെ ഗോളം ഓബ് ഓഫ് ലൈറ്റ്, താഴ്വരയ്ക്ക് വെളിച്ചം നൽകുന്നത്. വെള്ളത്തിന്റെ ഗോളം ഓബ് ഓഫ് വാട്ടർ, നദികളിൽ വെള്ളം നിറയ്ക്കുന്നത്. സംഗീതത്തിന്റെ ഗോളം ഓബ് ഓഫ് മ്യൂസിക്, പക്ഷികൾക്ക് പാടാൻ ശക്തി നൽകുന്നത്. സമാധാനത്തിന്റെ ഗോളം ഓബ് ഓഫ് പീസ്, എല്ലാവർക്കും സന്തോഷം നൽകുന്നത്. ക്രൂരൻ കുറുക്കൻ അവിടെ എത്തി ആഘോഷിച്ചു. ആ നിധികൾ എനിക്ക് വേണം, അതിലൂടെ ഞാൻ ലോകം ഭരിക്കും. 5. ചിന്തുവിന്റെ ബുദ്ധി. ക്രൂരൻ കുറുക്കൻ ഗോളങ്ങൾ കൈക്കലാക്കാൻ ശ്രമിച്ചപ്പോൾ ചിന്തുവിന്റെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചു. കുറുക്ക, ഈ ഗോളങ്ങൾ എടുക്കാൻ നിനക്ക് കഴിയില്ല. അതിനു മുൻപ് ഒരു കടങ്കഥയ്ക്ക് ഉത്തരം പറയണം. ചിന്തു വെല്ലുവിളിച്ചു. എന്താണ് ആ കടങ്കഥ? കുറുക്കൻ അഹങ്കാരത്തോടെ ചോദിച്ചു. ചിന്തു, ഒന്നിൽ നിന്നെടുത്താൽ വലുതാവുകയും ഒന്നിനോട് ചേർത്താൽ ചെറുതാവുകയും ചെയ്യുന്നത് എന്താണ്? ക്രൂരൻ കുറുക്കൻ അതിനെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചു. എന്നാൽ ഉത്തരം കിട്ടാതെ അവന്റെ തല പുകഞ്ഞു. അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. ഉത്തരം കിട്ടാതെ കുറുക്കന്റെ ശ്രദ്ധ മാറിയപ്പോൾ ചിന്തു വേഗം സമാധാനത്തിന്റെ ഗോളം മാത്രം എടുത്തു. ആ നിമിഷം കുറുക്കനും കൂട്ടുകാർക്കും അവരുടെ സ്വാർത്ഥത കാരണം മായാവി വള്ളിയിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയാതെയായി. 6. ശുഭകരമായ അന്ത്യം. ക്രൂരൻ കുറുക്കനും കൂട്ടരും വള്ളിയിൽ നിന്ന് തെന്നി താഴെ അവരുടെ കൂർത്ത മുള്ളുകളുള്ള കുറ്റിക്കാട്ടിലേക്ക് വീണു. ചിന്തു സമാധാനത്തിന്റെ ഗോളവുമായി താഴ്വരയിലേക്ക് തിരിച്ചെത്തി. ചിന്തു ആ ഗോളം താഴ്വരയ്ക്ക് നൽകിയതോടെ അത്ഭുതവള്ളി അപ്രത്യക്ഷമായി. പകരം താഴ്വരയിൽ ശാശ്വതമായ സന്തോഷവും സമാധാനവും